മുക്കം കാപ്പുമല വളവിൽ പ്രവർത്തിക്കുന്ന ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിന് ലൈസൻസ് പുതുക്കി നൽകാനുള്ള അജണ്ട ഭരണസമിതി യോഗത്തിൽ നിന്ന് പിൻവലിച്ചു. UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അജണ്ട പിൻവലിച്ചത്. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോരത്ത് മുക്കം കാപ്പുമല വളവിൽ പ്രവർത്തിക്കുന്ന ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിന് ലൈസൻസ് പുതുക്കി നൽകാനുള്ള അജണ്ടയാണ് ഭരണസമിതി യോഗത്തിൽ നിന്ന് മാറ്റിവെച്ചത്. UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അജണ്ട പിൻവലിച്ചത്. ഔട്ട്ലെറ്റിന് 2026 മാർച്ച് മാസം വരെയാണ് എക്സൈസ് വകുപ്പിൻ്റെ ലൈസൻസ് ഉള്ളത്. അതേസമയം മുക്കം നഗരസഭ നൽകിയിരിക്കുന്ന നിലവിലെ ലൈസൻസ് 2026 ആഗസ്റ്റ് മാസം വരെയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കാലാവധി തീരാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ ലൈസൻസ് പുതുക്കാൻ ഇത്രയും തിടുക്കം കാണിച്ചതിന് പിന്നിലെ ദുരൂഹത ഭരണസമിതി ജനങ്ങളോട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. നഗരസഭ നേരിടുന്ന വികസന ക്ഷേമ വിഷയങ്ങൾ അനവധിയുണ്ടെന്നിരിക്കെ ബീവറേജസ് ഔട്ട്ലെറ്റിൻ്റെ ലൈസൻസ് പുതുക്കലിന് മുൻഗണന നൽകിയത് ജനങ്ങളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായ നടപടിയാണ്. ജനങ്ങളുടെ ആരോഗ്യവും സാമൂഹിക സുരക്ഷയും ബാധിക്കുന്ന വിഷയത്തിൽ പൊതുജനാഭിപ്രായം പോലും തേടാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും മദ്യവിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന സംശയം ഈ നടപടിയിലൂടെ ശക്തിപ്പെടുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. സമൂഹത്തിൽ മദ്യാസക്തി വർദ്ധിപ്പിക്കുന്ന നയങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു തീരുമാനവും മുക്കം നഗരസഭയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല. UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാരുടെ ശക്തമായ ഇടപെടലും പ്രതിഷേധവും മൂലമാണ് അജണ്ട മാറ്റിവെക്കാൻ ഭരണസമിതി നിർബന്ധിതരായതിന് പിന്നിലെന്നും കൗൺസിലർമാർ അവകാശപ്പെട്ടു. ജനവിരുദ്ധവും സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഏതൊരു തീരുമാനത്തെയും ശക്തമായി എതിർക്കുമെന്നും ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ UDFും വെൽഫെയർ പാർട്ടിയും എല്ലാ ജനാധിപത്യ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. പ്രതിഷേധത്തിന് UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാരായ V. അബ്ദുള്ളക്കുട്ടി, ഷെരീഫ് എണ്ണക്കോട്, ഷഫീഖ് മാടായി, മുനീർ മുത്താലം, AP നസീം, ഹനീഫ് മുഹമ്മദ്, VM റഹ്ബത്ത്, ജിജി ജയരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.